അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട മനാഫ്കയുടെ കൂടെയുള്ള മക്ക യാത്ര, അതിൽ നൂർ ഫാത്തിമ വളരെയധികം സന്തോഷിച്ചു. അതെ, തൻ്റെ അറബിയമ്മ ഇല്ലാത്ത വിഷമം അതിൽ അല്പമുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ഉസ്താദ് കൂടെയുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം. നാഫിക്ക, എന്താ നൂർ ഫാത്തിമ? അതെ, നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്കാണല്ലോ പോകുന്നത്, കഅബ ഷരീഫ് കാണുവാൻ വേണ്ടിയിട്ട്. അതെ, നാഫിക്ക പറഞ്ഞിരുന്നല്ലോ ആദ്യമായി നമ്മൾ കഅബ കാണുമ്പോൾ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഅബ കാണാൻ സമയത്ത് ചെയ്തത് ഒരു കാര്യമായിരുന്നു. ആദ്യമായി കഅബ കാണുന്ന സമയത്ത് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അത് പടച്ച റബ്ബ് നമുക്ക് തരും എന്നുള്ളത്. അത് നാഫിക്ക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുആ ചെയ്തിരുന്നത് അള്ളാഹുവേ എൻ്റെ ആഖിബത്ത് നന്നാക്കണേ എന്നായിരുന്നു. മരണസമയം നന്നായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണല്ലോ. അതേ നൂർ ഫാത്തിമ, ഞാനതവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ പറയും. എന്തായാലും കുറച്ചുകൂടെ ടൈം കഴിയട്ടെ. നാഫിക്ക, ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? എനിക്കെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം പടച്ച റബ്ബിനോട് പറയാനുണ്ട്. അതെനിക്ക് നിറവേറി കിട്ടണം. അത് ദുനിയാവിലെ കാര്യമാണ്. നൂർ ഫാത്തിമ, ഒരിക്കലും നമ്മൾ ദുനിയാവിലെ കാര്യം ആദ്യം ചോദിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ആഖിറത്തിലേക്കുള്ള കാര്യങ്ങൾ ചോദിക്കണം. കാരണം ഈ ദുനിയാവെന്നത് ഒരിക്കലും ശാശ്വതമല്ല, അത് നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകാത്ത ലോകത്തേക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിക്കണം. നാഫിക്ക, എനിക്കൊരു സംശയം. പറയൂ. അത് എനിക്കെൻ്റെ മനസ്സിൽ വളരെയധികം ആവശ്യമുള്ളൊരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്. അത് കഅബ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങയുടെ വാക്ക് കേട്ടപ്പോൾ ഈ ദുനിയാവല്ലല്ലോ നമുക്ക് വലുത്, ആഖിറമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചോദിക്കും എന്ന് വിചാരിക്കായിരുന്നു. നൂർ ഫാത്തിമ, നീ ഒന്നും ചിന്തിക്കണ്ട, മറ്റൊന്നും. നീ ചിന്തിക്കുവാനുള്ളത് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. നമുക്ക് ഈ ദുനിയാവല്ല വലുത്, ആഖിറമാണ് വലുത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് അതാണ്. അതുകൊണ്ട് മരണസമയം നന്നാക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുക. നൂർ ഫാത്തിമ, നിൻ്റെ സംശയത്തിന് വിരാമം കുറിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് പറയാണ്. ഉസ്താദ് മൈക്ക് കയ്യിലെടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ പരിശുദ്ധമായ കഅബ ഷരീഫ് കാണുവാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിരുന്നല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമേ കഅബ നോക്കിക്കൊണ്ടല്ല പോകുന്നത്, അല്പം താഴേക്ക് നോക്കിയിട്ട്. നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം അതൊരിക്കലും ദുനിയാവിനെ കുറിച്ചുള്ളതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആഖിറത്തിലേക്കുള്ള ചിന്ത അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലുവാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ പതുക്കെ ഇതുവരെ കാണാത്ത ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക് നോക്കാനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കഅബ കണ്ടിട്ടില്ല. അത് കാണുവാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ദുനിയാവിലെ ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് ആഖിറത്തിലേക്കുള്ളത് മാത്രം ചിന്തിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സിൽ പല മുറാദുകളുണ്ടാകും. എന്താണ് നമ്മൾ കഅബ കാണുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ ദുആ ചെയ്യുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുമെന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈ ദുനിയാവിനേക്കാൾ ആവശ്യമായത് ആഖിറത്തിലേക്കുള്ളതാണ്. ഈ ദുനിയാവ് കുറച്ച് കാലത്തെ ജീവിതമാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന വിരുന്നുകാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഖിറമാണ് മെയിൻ. അവിടേക്കുള്ളത് നമ്മൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലേ?
അതെ, ഈമാനോട് കൂടി മൗത്താവുക എന്നത്. അവിടെ നമ്മൾ രക്ഷപ്പെട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ എല്ലാം രക്ഷപ്പെട്ടു. അപ്പോൾ അതാണ് മെയിന്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും ഈമാനോട് കൂടി മൗത്താക്കി തരണേ റഹ്മാനെ. നമ്മൾ കഅബ കാണുവാൻ വേണ്ടി എത്തുമ്പോൾ ആദ്യമായി കഅബ കാണുന്നവരുണ്ടാവും അല്ലേ? ഇതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതെ, ഫസ്റ്റ് ടൈം ഉണ്ടാവും, സെക്കൻഡ് ടൈം ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നിട്ട് കഅബ കാണുവാൻ വേണ്ടി എത്തിപ്പെടുമ്പോൾ, അതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നിസ്കരിച്ചിട്ടും ഇതുവരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത ആ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനം കഅബ ഷരീഫ് ആദ്യമായി കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. അതെ, നമ്മളറിയാതെ വിതുമ്പിപ്പോകും. പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ഭവനത്തിലാണല്ലോ നമ്മൾ എത്തിയിരിക്കുന്നത് എന്നൊരു തോന്നൽ വരും. ആ ഒരു സമയം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, എൻ്റെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് മെയിന്. അത് നമ്മൾ ദുആ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ദുനിയാവിലെ എന്ത് കാര്യങ്ങളും ചോദിക്കാം. ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ മരണസമയം നന്നാക്കാനാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും അതാണ് കേട്ടോ ചെയ്യേണ്ടത്. അതെന്താണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആ കാര്യം പടച്ച റബ്ബ് ഉറപ്പായിട്ടും സ്വീകരിക്കും ഇൻഷാ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ അടുക്കലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം സന്തോഷമാണ്. പടച്ച റബ്ബേ, ഞങ്ങളിതുവരെ കാണാത്ത ആ ഒരു കാഴ്ച കാണാൻ പോവുകയാണല്ലോ. ദുനിയാവിലെ പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ ഏറ്റവും മഹത്തായ ആ ഒരു കാഴ്ച പരിശുദ്ധമാക്കപ്പെട്ട കഅബ കാണുക എന്നത് റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു അവിടെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലാ, ഇന്നിതാ ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക് എത്തുന്നതോടുകൂടി എല്ലാവരുടെയും മനസ്സിൽ പല പല ചിന്തകളാണ് വരുന്നത്. എല്ലാവർക്കും പടച്ച റബ്ബിലേക്ക് എത്തിയ പോലെ. അതെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം ഏതാനും നിമിഷങ്ങൾക്കകം അതാ ഞങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു കാണും. എല്ലാവർക്കും വളരെയധികം ആനന്ദമാണ്, അനുഭൂതിയാണ്. അള്ളാഹുവേ, പലരും ഇതും ആഗ്രഹിക്കുന്നു. അല്ലാ, ഞങ്ങളെ നീ തിരിച്ച് അയക്കല്ലേ അല്ലാ. ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾക്കുള്ള മരണവും തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരായിരുന്നു. ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും ഇങ്ങോട്ട് വന്നാൽ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോയാൽ അതെ, നമ്മൾ എന്നും ഉംറ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ചോദ്യം പോലും ഇല്ലാതെയാണ് സ്വർഗത്തിലേക്ക് കടത്തുക എന്നൊക്കെ മഹാന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെല്ലാം കേട്ട് അതെല്ലാം അറിഞ്ഞ് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. നൂർ ഫാത്തിമ ഓരോന്നോർത്തുകൊണ്ടിരുന്നു. പടച്ച റബ്ബേ, പരിശുദ്ധമായ കഅബ ഷരീഫ് കാണുമ്പോൾ ആദ്യമായി ആഖിബത്ത് നന്നാക്കുവാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനുശേഷം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അല്ലാ റഹ്മാനെ, എന്നെ നീ തുണക്കണം റഹ്മാനെ. ഇനി ഒരിക്കലും എനിക്കതിൻ്റെ പേരിൽ വിഷമിക്കുന്നൊരവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അങ്ങനെ അതാ ഉസ്താദിൻ്റെ കൂടെയുള്ള ഉംറ ടീം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലെത്തുന്നു. അവിടെ അതാ അവർ കഅബ ഷരീഫിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. അതിൽ ഒരുപാട് ആളുകൾ ഉംറ ചെയ്യാത്തവരാണ്, മക്ക കാണാത്തവരാണ്, കഅബ ഒരിക്കൽ പോലും കാണാത്തവരാണ്. എന്നാൽ കുറച്ചാളുകൾ രണ്ടാമതായി വന്നവരൊക്കെയുണ്ട്. എങ്കിലും ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കാണുവാനുള്ള കൊതി. അതാണ് മക്കയുടെയും മദീനയുടെയും പ്രത്യേകത. അതെത്രയായാലും മടുക്കില്ല. അതൊരിക്കൽ കണ്ടതുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും കാണണമെന്ന് തോന്നുകയാണ്. ഒരു പ്രാവശ്യം പോയവർക്കറിയാം അതിൻ്റെ ഒരു സ്ഥിതി. അത് കാണാത്തവർക്കാണെങ്കിൽ ആഗ്രഹമുണ്ട്, അള്ളാഹുവെ കാണിക്കണം എന്ന് പറയും. പക്ഷേ കണ്ട് തിരിഞ്ഞു പോരുമ്പോൾ പിന്നീട് ആ ചിത്രം മനസ്സിൽ നിന്നങ്ങ് മായില്ല. പിന്നെയും കാണണമെന്ന് അത്യധികം ആഗ്രഹമുണ്ടാകും. ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും അതാ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ അടുക്കലേക്ക് പോകുന്നു. ആദ്യമൊന്നും തല ഉയർത്തി നോക്കരുത്. ഒരു സമയമുണ്ടാകും. ആ ഒരു ടൈം പറയുമ്പോൾ
നിങ്ങൾ കഅബയിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാനുള്ളതെല്ലാം നിങ്ങൾ ചൊല്ലുക. പിന്നെ പ്രാർത്ഥിക്കാനുള്ള ആ പ്രാർത്ഥന, അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്, ആദ്യമായി ആഖിറത്തിലേക്കുള്ള ആ പ്രാർത്ഥന, അത് നിങ്ങൾ ദുആ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവിലെ കാര്യങ്ങളെല്ലാം പടച്ച റബ്ബിനോട് ചോദിക്കുക. തീർച്ചയായും ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത്. അള്ളാഹുവിൻ്റെ ഭവനം, അത് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുന്ന അവസ്ഥ. കഅബ കാണുവാൻ വേണ്ടി ഒരുപാട് ദിവസം പ്രാർത്ഥിച്ച് ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു. അവസാനം ഇതാ റബ്ബേ, എനിക്ക് ആ ഒരു ആഗ്രഹം, എൻ്റെ ആഗ്രഹം ഇതാ സഫലമാകാൻ പോകുന്നു. പടച്ച റബ്ബേ, ഇതുവരെ ഞാൻ നിസ്കരിച്ചിരുന്നത് ഇതുവരെ കാണാത്ത കഅബയിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോഴിതാ നേത്രങ്ങൾ കൊണ്ട് ഞാൻ നിൻ്റെ പരിശുദ്ധ ഭവനം കാണുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ അത് ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ചയാണത്. പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ അടുക്കലേക്ക് നടന്നെടുത്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ ഭവനം ഞങ്ങളുടെ കണ്ണിൽ കാണും. എല്ലാവരും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അതാ ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് നോക്കുന്നു. യാ അല്ലാഹ്, എല്ലാവരുടെയും ഹൃദയം പൊട്ടിപ്പോകുന്ന ആ ഒരു കാഴ്ച. പടച്ച റബ്ബേ, ഇതുവരെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഇത് കണ്ടിട്ടില്ല. ഇപ്പോഴിതാ അതിനുള്ള ഭാഗ്യം ലഭിച്ചു. ഏതൊരു മുഅ്മിനും ഹൃദയം പൊട്ടിക്കരഞ്ഞു പോകും. പരിശുദ്ധമാക്കപ്പെട്ട ആ കാഴ്ച കണ്ട്, അല്ലാഹ്, നിൻ്റെ ഭവനം ഞങ്ങളിതാ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അതിന് പ്രത്യേകമായിട്ട് ഒരു ഭാഗ്യം തന്നെ വേണം. അള്ളാഹുവിൻ്റെ വിധിയുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയുകയുള്ളൂ. മനസ്സിനുള്ളിലുള്ള സങ്കടങ്ങളെല്ലാം, മനസ്സിനുള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം പടച്ച റബ്ബിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്ന ആ ഒരു നിമിഷങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഉംറ ചെയ്തപ്പോൾ നൂർ ഫാത്തിമ വിചാരിച്ചിരുന്നു, അള്ളാഹുവേ, എൻ്റെയും നാഫിക്കയുടെയും നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഉംറയ്ക്ക് വരണമെന്നുള്ളത്. ഇന്നിതാ അൽഹംദുലില്ലാ, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബേ, എൻ്റെ വയറ്റിൽ എൻ്റെ നാഫിക്കയുടെ കുഞ്ഞ് വളരുന്നുണ്ട്. അല്ലാഹ്, എൻ്റെ കുഞ്ഞിന് റഹ്മാനെ നീ തുണയേകണേ അല്ലാ. അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയുകയാണ് നൂർ ഫാത്തിമ. പടച്ച റബ്ബേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നീ സാധിച്ചു തന്നു. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഗർഭിണിയുമായി. എൻ്റെ വീട്ടുകാരെല്ലാം നല്ല സൗഹാർദ്ദത്തിലായി. അവർക്ക് എന്നെയും നാഫി ഉസ്താദിനെയും ഫാമിലിയെയും വളരെയധികം ഇഷ്ടമായി. എല്ലാം റാഹത്താണ് റഹ്മാനെ എൻ്റെ ജീവിതം. എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിലുള്ളവർ അത്രക്കും സൗകര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് എൻ്റെ മമ്മയും പപ്പയും നിസ്കരിക്കുവാനുള്ള സൗകര്യവും എല്ലാം എനിക്ക് ഒരുക്കി തന്നു. അള്ളാഹുവേ, അവരെ നീ ഹിദായത്തിലാക്കണേ റഹ്മാനെ. ദീനിൻ്റെ വഴിയിലേക്ക് അവരെ നീ ക്ഷണിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും അവർക്ക് പരിശുദ്ധ ദീൻ പുൽകാനാവില്ല. നീ വിചാരിക്കണം റഹ്മാനെ, നീ ഹിദായത്ത് നൽകിയാൽ എൻ്റെ മമ്മയും പപ്പയും ദീനിലേക്ക് വരും. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അള്ളാഹുവേ, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമോ? എൻ്റെ മമ്മയും പപ്പയും പരിശുദ്ധ ദീനിലേക്ക് വന്നിരുന്നെങ്കിൽ അള്ളാഹ് എത്ര നന്നായിരുന്നു. നൂർ ഫാത്തിമ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഓരോ ഉംറ നൂർ ഫാത്തിമ നിർവഹിക്കുമ്പോഴും അവൾക്ക് ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഉംറ എല്ലാം ചെയ്ത് അവർ റൂമിലേക്ക് മടങ്ങി. അറബിയുമ്മ വിളിച്ചിരുന്നു. അള്ളാഹുവേ, അറബിയുമ്മയുടെ കൂടെയും ഉംറ ചെയ്യണം. അതിനുള്ള അവസരമുണ്ടാകണം. തന്നെക്കൊണ്ട് കഴിയുന്നത്ര ചെയ്യണം. പക്ഷേ അവിടെ എത്തിയിട്ട് ഒരു ക്ഷീണമോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അത് സംസം വെള്ളം ധാരാളമായി. അത് വിശപ്പും ദാഹവും അകറ്റും. മനസ്സിനും ശരീരത്തിനും വളരെയധികം ഉന്മേഷമാണ് സംസം കുടിച്ചു കഴിഞ്ഞാൽ. വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ സംസം വെള്ളം കുടിക്കുന്നത്, അത് അതുപോലെയാകുമെന്നാണല്ലോ പറഞ്ഞത്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ്, എല്ലാത്തിനും നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നൂർ ഫാത്തിമ എല്ലാം ചെയ്യുന്നത്. നൂർ ഫാത്തിമ തനിക്ക് കഴിയുന്ന എത്ര തവാഫുകൾ ചെയ്യുന്നു. ഒരു വട്ടം റൂമിലെത്തിയപ്പോൾ നാഫി ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർ ഫാത്തിമ, നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ
ഇനി നീ ഉംറയ്ക്ക് വരേണ്ടതില്ല, കുറേയൊക്കെ ചെയ്തല്ലോ. കാരണം നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത്. നാഫിക്ക, നിങ്ങൾ എന്താ പറയുന്നത്? ഹേയ്, ഒരിക്കലുമില്ല. നമ്മുടെ ഈ കുഞ്ഞിനെയും കൊണ്ട് കഅബ ചുറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുള്ള സംഭവമാണിത്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കതിനുള്ള ഭാഗ്യമെല്ലാം നൽകിയല്ലോ. അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് മതിയാവുന്നില്ല നാഫിക്ക. എനിക്കിനിയും ഒരുപാട് ഉംറ ചെയ്യണം, തവാഫ് ചെയ്യണം. നൂർമോളെ, അത് നിനക്ക് ചെയ്യാം, പക്ഷേ നിനക്ക് എന്തെങ്കിലും പ്രയാസം നേരിടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് നിന്നോട് അങ്ങനെ പറയുന്നത്. ഹേയ് നാഫിക്ക, അങ്ങനെയൊന്നുമില്ല, ഒരു പ്രയാസമില്ല. എനിക്ക് റാഹത്താണ്. എന്താണെന്നറിയില്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു സ്മാർട്ട്നെസ് ആണ്. എല്ലാത്തിനും നല്ല ഉഷാറാണ്. എനിക്കൊരു ക്ഷീണവും എന്നെ ബാധിക്കുന്നില്ല. മോളെ, എന്നാൽ കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരിക്കും അതെല്ലാം. നിനക്ക് എത്രമാത്രം ഉംറ ചെയ്യാൻ കഴിയും അതൊക്കെ നീ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ നീ ക്ഷീണിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം നീ മാത്രമല്ലല്ലോ, നിൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നാഫിക്ക, ഇല്ല, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കെല്ലാം കഴിയുന്നുണ്ട്. മതി നൂർ ഫാത്തിമ, നിൻ്റെ ഈമാനം കൊണ്ടായിരിക്കും അള്ളാഹു നിനക്കിങ്ങനെ ക്ഷീണമൊന്നുമില്ലാതെ ഈ ഒരു അവസ്ഥ നൽകുന്നത്. നാഫിക്ക, സത്യമായിട്ടും എനിക്ക് കഅബയുടെ അടുക്കൽ നിന്ന് തിരിച്ചു പോരാനേ തോന്നുന്നില്ല. എന്താണെന്നറിയില്ല, അവിടെ ഇങ്ങനെ നിൽക്കാനും തവാഫ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കൊതി തീരുന്നില്ല നാഫിക്ക, കഅബയുടെ അടുക്കൽ നിന്ന് തിരിച്ചു പോരാൻ. സത്യമായിട്ടും നാഫിക്ക, ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു. എന്താ നൂർ ഫാത്തിമ? എനിക്ക് അള്ളാഹു എൻ്റെ മരണം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ വെച്ച്, ഒന്നെങ്കിൽ മുത്തു ഹബീബിൻ്റെ റൗള ഷെരീഫിൻ്റെ അരികിൽ വെച്ച്, അല്ലെങ്കിൽ ഈ കഅബയുടെ ചാര വെച്ച് എനിക്ക് ഇവിടെ നിന്ന് മരണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അത് കേട്ടപ്പോൾ നാഫി ഉസ്താദിന് ശരിക്കും മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. നൂർ ഫാത്തിമ, നീ അങ്ങനെയൊന്നും ഇപ്പോൾ ആഗ്രഹിക്കല്ല പൊന്നെ. നമ്മൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞില്ലേ, കുഞ്ഞൊന്ന് വളർന്നു വരട്ടെ. നമുക്ക് അള്ളാഹുവിനോട് തേടാം മരണം ഈ പുണ്യഭൂമിയിൽ വെച്ചാക്കാം. പക്ഷേ എൻ്റെ നൂർ ഫാത്തിമ, അതിപ്പോൾ തന്നെ തേടല്ലേ. നാഫി ഉസ്താദിന് ശരിക്കും സങ്കടം വന്നിരുന്നു നൂർ ഫാത്തിമയുടെ ആ നെയ്യത്ത് കേട്ടപ്പോൾ. നാഫിക്ക, എന്തെന്നറിയില്ല, അള്ളാഹുവിലേക്ക് അടുക്കണം, മുത്ത് ഹബീബിൻ്റെ ചാരത്തെത്തണം, കൂടുതൽ ഇബാദത്തുകളിലേക്ക് മുഴുകണം എന്നൊക്കെയൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടിക്കൂടി വരികയാണ്. നൂർ ഫാത്തിമ, അത് നിൻ്റെ ഈമാൻ്റെ പവറാണ്. അതെ, നിനക്ക് ശക്തമായ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നൊക്കെ തോന്നുന്നത്. അന്നും നൂർ ഫാത്തിമ ഉംറയ്ക്ക് പോയി അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തു. പടച്ച റബ്ബേ, എൻ്റെ നാഫിക്കയെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പടച്ച റബ്ബേ, നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എൻ്റെ നാഫിക്കയെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എന്നെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നൂർ ഫാത്തിമ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. സത്യം പറഞ്ഞാൽ അവൾക്ക് കേരളത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ഭയമായിരുന്നു. പക്ഷേ തൻ്റെ മമ്മയും പപ്പയും അവിടെയാണ്, തൻ്റെ സുൽഫത്തുമ്മയും ഉപ്പയും അവിടെയാണ്. അവരെയെല്ലാം തനിച്ചാക്കി സ്ഥിരമായി ഇവിടെ അത് നടക്കുവാൻ പോകുന്നില്ല. എങ്കിലും ഇടയ്ക്കൊന്ന് കേരളത്തിൽ പോകേണ്ടി വരും. അള്ളാഹു എൻ്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അള്ളാഹ്, എൻ്റെ നാഫിക്കാക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. അദ്ദേഹമില്ലാത്ത ഒരു ജീവിതം എനിക്ക് നീ തരരുത് ഒരിക്കലും. അള്ളാഹ്, ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തു റഹ്മാനെ. നൂർ ഫാത്തിമ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഒരിക്കൽ കൂടി നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഒരു കാര്യം ദുആ ചെയ്തു. അത് എന്താണെന്ന് നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ്
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഭൂമിയിലെത്തുവാനുള്ള, അവിടെ എത്തിയിട്ട് പരിശുദ്ധമായ ഹജ്ജും ഉംറയും പരിശുദ്ധ റൗള ഷരീഫ് സിയാറത്തൊക്കെ ചെയ്യുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഒരു വട്ടമെങ്കിലും കഅബ ഷരീഫ് കാണുവാൻ, ഹബീബിൻ്റെ റൗള ഷരീഫ് കാണുവാൻ കൊതിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും റഹ്മാനെ ഒരു വട്ടമെങ്കിലും കാണുവാനുള്ള ഭാഗ്യം നീ നൽകി റഹ്മാനെ. ആമീൻ. എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്യുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.